നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒമാനിലും കുവൈത്തിലും UAE-യിലും മഴ. കുവൈത്തിൽ 4 മരണം, 472 പേർക്ക് പരിക്ക്. UAE-യിൽ ഗതാഗതവും സ്കൂൾ ഓഫീസ് പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. ഒമാനിൽ താഴ്വരകളിലെ മലവെള്ളപ്പാച്ചിൽ മുറിച്ചു കടക്കരുതെന്ന മുന്നറിയിപ്പ്. അബുദാബിയിൽ വാടക നിയന്ത്രണം എടുത്തുകളയുന്നു. വാടക കരാർ പുതുക്കുമ്പോൾ 5% മാത്രം വർധനയെന്ന നിയന്ത്രണം ഇനിയില്ല. ഖത്തറിലെ വാടക ഇനിയും വർദ്ധിക്കുമെന്ന പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കുവൈത്തിൽ വിസ കച്ചവടക്കാരുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ചില കമ്പനികൾക്ക് വേണ്ടി തൊഴിൽ മന്ത്രാലയത്തിന്റെ ഡാറ്റാബേസിൽ നുഴഞ്ഞു കയറിയെന്ന കുറ്റത്തിന് പ്രോസിക്യൂട്ട് ചെയ്യും. മന്ത്രിബന്ധുക്കളുടെ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ ദേശീയപാത വഴിതിരിച്ചുവിടുന്നു. 5 കെട്ടിടങ്ങൾ രക്ഷിക്കാൻ മലപ്പുറം വെന്നിയൂരിൽ സമാന്തരമായി പാത. ഒഴിപ്പിക്കൽ ഭീഷണിയിൽ 55 കെട്ടിടങ്ങൾ. കൊച്ചി ഏകദിനത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം 6 വിക്കറ്റിന്. രവീന്ദ്ര ജഡേജയ്ക്കും സുരേഷ് റൈനയ്ക്കും 3 വിക്കറ്റ്. കോഹ്ലിക്ക് 84 പന്തിൽ നിന്ന് 86 റൺസ്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിന്റെ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ ദേശീയപാത വഴിതിരിച്ചുവിടുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിൽപ്പെട്ട വെന്നിയൂരിലാണ് നിലവിലെ പാതയിൽ 500 മീറ്റർ പൂർണ്ണമായി ഒഴിവാക്കുന്നത്. പകരം സമാന്തര പാത പണിയാൻ സ്ഥലം ഏറ്റെടുക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. തിരൂരങ്ങാടി താലൂക്കിൽ വെന്നിയൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണത്. 45 മീറ്റർ വികസനത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നും ഈ പാത വഴിതിരിച്ചുവിടുകയാണ്. എന്തിനാണ് വഴിതിരിച്ചുവിടുന്നത് എന്നറിയുമ്പോഴാണ് ഇതിനു പിന്നിൽ നടക്കുന്ന ഇടപെടലുകളെക്കുറിച്ച് നമുക്ക് ബോധ്യമാവുക. ഈ പാത 45 മീറ്ററിൽ വികസിപ്പിച്ചാൽ 6 വീടുകൾ ഭാഗികമായും വർഷങ്ങൾ പഴക്കമുള്ള 15ഓളം കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണം. നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ ആർക്കും ഇതിന് ഒരു എതിർപ്പുമില്ല. എന്നാൽ അധികം പഴക്കമില്ലാത്ത 3 ബഹുനില കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കാനായി ദേശീയപാത തന്നെ വഴിതിരിച്ചുവിടാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ ബന്ധുക്കളുടെ ബിൽഡിങ്ങുകളാണ് ഈ നിൽക്കുന്നത് രണ്ടും. അതിൻ്റെ അപ്പുറത്തുള്ളത് ഇത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ അലൈൻമെന്റ് മാറ്റം. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. പാത വഴിതിരിച്ചുവിടുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്ന് കാണിച്ച് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. ഇത് അന്വേഷിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ നീക്കം അശാസ്ത്രീയമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വൻതോതിൽ കുടിയൊഴിപ്പിക്കലിന് വഴിവെക്കുന്ന 45 മീറ്റർ പാതയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കി തന്നെ പാത നിർമ്മിക്കാനുള്ള സാധ്യതയെ അട്ടിമറിച്ചിരിക്കുന്നത്. ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം. വെന്നിയൂരിൽ ദേശീയപാത വളയുന്നത് മന്ത്രി ബന്ധുക്കൾക്ക് വേണ്ടിയോ? ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഹംസ, സെക്രട്ടറി, വെന്നിയൂർ ജനകീയ വേദി, മലപ്പുറം സ്റ്റുഡിയോയിലുണ്ട്. ലീല വേലായുധൻ, ദേശീയപാത വളയുന്നത് മൂലം വീട് നഷ്ടപ്പെടുന്ന ഒരു വീട്ടമ്മ, അവർ ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. രാധാകൃഷ്ണൻ മാസ്റ്റർ, DCC മലപ്പുറം സെക്രട്ടറി, ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം രാധാകൃഷ്ണൻ മാസ്റ്ററിലേക്ക്. വെന്നിയൂരിൽ ദേശീയപാതയ്ക്ക് 2007 നടത്തിയ സ്കെച്ച്, ആ സ്കെച്ചിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു പുതിയ സ്കെച്ച് ഈ കൊല്ലം പുറത്തിറക്കിയിരിക്കുന്നു. ഈ പുതിയ സ്കെച്ച് പ്രകാരം ദേശീയപാത വളഞ്ഞു പോകുന്നത് ഒരു മന്ത്രിയുടെ ബന്ധുക്കളെ രക്ഷിക്കാനാണെന്ന ആക്ഷേപം ശക്തമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഏത് മന്ത്രിയുടെ ബന്ധുക്കളെ രക്ഷിക്കാനാണ്? മലപ്പുറം ജില്ലക്കാരനായ ഒരു മന്ത്രിയാണെന്നാണ് ജനകീയ വേദി ഉൾപ്പെടെ ഹൈവേ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ഉള്ളവർ ആരോപിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 5-6 മന്ത്രിക്കാരുണ്ട്. ഏത് മന്ത്രിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദയവായി തുടരുക രാധാകൃഷ്ണൻ മാസ്റ്റർ. ഹംസയിലേക്ക്. ഹംസ, ഏത് മന്ത്രി ബന്ധുക്കൾക്ക് വേണ്ടിയാണ് വെന്നിയൂരിൽ ദേശീയപാത വളഞ്ഞു പോകുന്നത്? മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയാണ് ദേശീയപാത ദിശ മാറ്റിവിട്ടത്. താങ്കൾ അങ്ങനെ ആരോപിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഹംസ? അതിന് കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ആര്യാടൻ മുഹമ്മദ് വെന്നിയൂരിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ഷണിച്ച സംഘത്തിൻ്റെ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെന്നിയൂരിൻ്റെ അലൈൻമെൻറ്റ് മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ആര്യാടൻ മുഹമ്മദ് ഇടപെട്ടുകൊണ്ട് അവിടെ പള്ളി ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അതാണ് ഒരു കാരണം. രണ്ടാമത്, മന്ത്രി ബന്ധുക്കളുടെ 3 ബിൽഡിങ്ങും ഏകദേശം 20 ഏക്കറോളം സ്ഥലവും ഈ അലൈൻമെൻറ്റിൽ ഒന്നും തൊടാതെ പോകുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. രാധാകൃഷ്ണൻ മാസ്റ്റർ, 3 കെട്ടിടങ്ങൾ മന്ത്രി ബന്ധുക്കളുടേതായി പുതിയ അലൈൻമെൻറ്റിൽ പഴയ അലൈൻമെൻറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അലൈൻമെൻറ്റ് മാറ്റി
സ്കെച്ച് വരച്ചത് എന്നാണ് ഹംസയെ പോലുള്ളവർ ആരോപിക്കുന്നത്. ഇതൊരു ആരോപണം മാത്രമാണ്. ശ്രീ ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10-60 കൊല്ലക്കാലത്തെ ദീർഘമായ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രത്തിൽ ഒരിക്കൽ പോലും അഴിമതി ആരോപണമോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ നേരിടാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ആര്യാടൻ മുഹമ്മദ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നത് അടിസ്ഥാന വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും മുക്കിലും മോലിലൊക്കെ ഏതെങ്കിലും മന്ത്രിമാരുടെയൊക്കെ ബന്ധുക്കൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഏത് വടി ഉപയോഗിച്ചതും കോൺഗ്രസിനെ ആക്രമിക്കുക എന്നത് ഇപ്പൊ ഒരു ശൈലിയാണ്. അപ്പൊ അതിന് ശ്രീ ആര്യാടൻ മുഹമ്മദിനെ കരുവാക്കുന്നത് ശരിയല്ല എന്നെന്റെ അഭിപ്രായം. രാധാകൃഷ്ണൻ മാസ്റ്റർ, പഴയ അലൈൻമെന്റ് പ്രകാരം വളരെ കുറച്ച് വീടുകളും കെട്ടിടങ്ങളും മാത്രമേ പൊളിക്കേണ്ടി വരുമായിരുന്നുള്ളൂ. പുതിയ അലൈൻമെന്റ് പ്രകാരം അതിൻ്റെ എത്രയോ ഇരട്ടി കെട്ടിടങ്ങളും വീടുകളും പൊളിക്കപ്പെടുന്നു, എത്രയോ അധികം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നു. ഇതെല്ലാം ചെയ്യുന്നത് പഴയ അലൈൻമെന്റിലുള്ള 3 കെട്ടിടങ്ങൾ, അത് കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളാണ്. ആ ബിൽഡിങ്ങുകളുടെ ഉടമസ്ഥർക്ക് മന്ത്രി ആര്യാടൻ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ഹംസയെ പോലുള്ളവർ ആരോപിക്കുന്നത്. അത് തികച്ചും തെറ്റാണത്. ഞാൻ പറയട്ടെ, കേരളത്തെ പോലെയുള്ള ജനസാന്ദ്രത കൂടിയുള്ള പ്രദേശങ്ങളിൽ ഏത് ഭാഗത്ത് പാത വികസനം ഉണ്ടായാലും കുടുംബങ്ങളെ ബാധിക്കും, കെട്ടിടങ്ങളെ ബാധിക്കും, ഒരു സംശയവുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 70 മീറ്റർ വീതിയിൽ ദേശീയപാത ഉള്ളപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് ഇവിടെ 35 മീറ്റർ ആക്കിയത്. അപ്പൊ ഏത് ഭാഗത്തായാലും തീർച്ചയായും ജനങ്ങളെ ബാധിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ അത് ഇങ്ങനെ വികസനത്തിനെതിരായി ഇത്തരം മുടക്ക ന്യായങ്ങൾ ഉപയോഗിക്കുന്നത്. രാധാകൃഷ്ണൻ മാസ്റ്റർ, തിരികെ എത്താം താങ്കളിലേക്ക്. ലീല വേലായുധൻ, ഇവിടെ രാധാകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഇപ്പറഞ്ഞ രീതിയിൽ മന്ത്രി ബന്ധുക്കളുടേതായ കെട്ടിടങ്ങൾ അവിടെ ഇല്ല. പുതിയ സ്കെച്ച് വരുമ്പോൾ കുറേ അധികം ആളുകൾ ഒഴിപ്പിക്കേണ്ടി വരുന്നത് സത്യമാണ്. പക്ഷേ ഇതിനെതിരെ ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തുന്നത് വികസനത്തിന് തുരങ്കം വെക്കലാണെന്നാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ പറയുന്നത്. രാധാകൃഷ്ണൻ മാഷെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത വീട്ടമ്മയായ ഞങ്ങളെപ്പോലുള്ളവർ തെരുവിലേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുന്ന ഞങ്ങൾ മുന്നോട്ടിറങ്ങിയപ്പോൾ ഞങ്ങളെ ഭീകരരെന്ന് മുദ്ര കുത്തിയ ഈ ആര്യാടൻ മുഹമ്മദ് എന്ത് അറിഞ്ഞിട്ടായിരുന്നു ഇതുകൊണ്ട് ചെയ്ത്? അപ്പോൾ ഞങ്ങൾ അയാളെ വ്യക്തമായിട്ടും അയാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അയാൾ പറയുന്നത് തെറ്റാണ്. അയാൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ സാധാരണക്കാരായ വീട്ടമ്മമാരെ മുഴുവൻ ഇതിനിറങ്ങുന്ന വ്യക്തികളെ മുഴുവൻ ഭീകരരായി പ്രഖ്യാപിച്ചത്. പുതിയ അലൈൻമെന്റ് പ്രകാരം എത്ര കെട്ടിടങ്ങൾ അവിടെ പൊളിക്കേണ്ടി വരും? എത്ര കുടുംബങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും? പുതിയ അലൈൻമെൻറ്റ് പ്രകാരമാണെങ്കിൽ 58ഓളം വീടുകൾ, 158ഓളം കുടുംബങ്ങൾ, 600ഓളം ആൾക്കാർ വേണം ആ കുടിയൊഴിപ്പിക്കപ്പെടുന്ന സ്ഥലത്തുനിന്ന് പോരാൻ. അങ്ങനെ കൂടാതെ ഒരു ജനങ്ങൾക്ക് ആകെ കൂടിയ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമുണ്ട്. ആ ആതുരാലയം പൊളിച്ചു മാറ്റണം. അതോടൊപ്പം 3 ഇൻഡസ്ട്രിയൽസ് വർക്കേഴ്സിന് ഉപജീവനം കഴിക്കുന്നുണ്ട്, അത് ഒഴിവാക്കണം. പക്ഷേ എന്തിനാണ് ഈ 600 മീറ്റർ മാത്രം ഇങ്ങനെ ഒരു ഡിവൈഡർ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കാരണം നിലവിലുള്ള ദേശീയപാത ഞങ്ങൾ വികസന വിരോധികളേ അല്ല. രാധാകൃഷ്ണൻ മാഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വികസനം എല്ലാവർക്കും ആവശ്യമാണ്. ഞങ്ങളതിന് 100% ഞങ്ങൾ യോജിക്കുന്നുണ്ട്. പക്ഷേ അത് സാധാരണക്കാരായ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ടാവരുത്. നിലവിലുള്ള റോഡ് ഇപ്പോൾ രാധാകൃഷ്ണൻ മാഷ് ശരിക്കും ശ്രദ്ധിച്ചില്ല. കാരണം 35 മീറ്റർ എന്നാണ് മൂപ്പര് പറഞ്ഞ്. 35 മീറ്റർ എവിടെയും പറഞ്ഞിട്ടില്ല. 30 മീറ്റർ അല്ലെങ്കിൽ 45 മീറ്റർ എന്നാണ് പറഞ്ഞത്. ആ 45 മീറ്റർ എടുക്കുന്നതിൽ ഞങ്ങൾ എതിരൊന്നല്ല. പക്ഷേ എന്തുകൊണ്ട് ഒരു ഹിയറിംഗ് നടത്തിയ ഗവൺമെൻറ്, അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹിയറിംഗ് നടത്തിയതിന് ശേഷം ഹിയറിംഗ് കേൾക്കുക എന്നുള്ളതല്ലാതെ ആ ഹിയറിങ്ങിൻ്റെ ഫലം എന്താണെന്ന് ഈ ഇരകളെ അറിയിക്കേണ്ട ഒരു ബാധ്യത ഗവൺമെൻറ്റിനില്ലേ? അതൊന്നും അറിയിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയും സ്ഥലം അളന്നെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. റൈറ്റ്. ലീല വേലായുധൻ, തിരികെ എത്താം. ഹംസ, ഇവിടെ മുൻപ് മന്ത്രി ഇക്കാര്യത്തിൽ അലൈൻമെൻറ്റ് മാറ്റുന്ന കാര്യത്തിൽ സൂചിപ്പിച്ചത് ഒരു പള്ളിയും ഒരു ശ്മശാനവും പൊളിക്കേണ്ടി വരും, അതുകൊണ്ടാണ് അലൈൻമെൻറ്റ് മാറ്റേണ്ടി വരുന്നത് എന്നാണ്. ഏത് പള്ളിയാണ് പഴയ അലൈൻമെൻറ്റ് പ്രകാരം പൊളിക്കേണ്ടി വരിക? ആ പള്ളി പൊളിക്കുന്ന വിഷയത്തിൽ ആ പള്ളി കമ്മിറ്റിയുടെയോ ശ്മശാനത്തിൻ്റെ കൈകാര്യകർത്താക്കളുടെയോ നിലപാടെന്തായിരുന്നു? അതായത് പള്ളി പൊളിക്കേണ്ടതോ പള്ളി ശ്മശാനത്തെ കടക്കേണ്ട ആവശ്യം ഈ അലൈൻമെൻറ്റുമായി ഇല്ല. ഞങ്ങൾ ജനകീയ സമിതി ജില്ലാ കളക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു
ഒരു മാസം മുമ്പ് വെന്നിയൂർ ടൗണിൽ ഇരുഭാഗവും അളന്ന് തിട്ടപ്പെടുത്തുകയും നാശനഷ്ടങ്ങൾ എത്രയെന്ന് ഞങ്ങൾ കണക്കാക്കിയ കണക്കല്ല, ഇതുവരെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ കണക്കാക്കിയതാണ് ഈ കണക്ക്, നിങ്ങളുടെ കണക്കാണ്, അതുകൊണ്ട് ഇത് സ്വീകാര്യമല്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. ഞങ്ങളെ കണക്കല്ല, സർക്കാരിൻ്റെ ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം കോട്ടക്കല് ലാൻഡ് അക്വിസിഷൻ ഓഫീസറുകൾ വന്ന് ഡെപ്യൂട്ടി തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം വെന്നിയൂരിൽ ഇരുഭാഗവും അളന്ന് തിട്ടപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാതൃഭൂമി പേപ്പറിൽ 3-ാമത്തെ പേജിൽ അതിൻ്റെ വിവരം കൃത്യമായിട്ടുണ്ട്. ആ ഡെപ്യൂട്ടി തഹസിൽദാർ അതിനോട് വെന്നിയൂർ അളന്ന് തിട്ടപ്പെടുത്തിയ നാശനഷ്ടം പുതിയ അലൈൻമെന്റ് പ്രകാരം സമാന്തര പാത കടന്നു പോകുമ്പോൾ 57ഓളം വീടുകളും കൂടുതൽ കുടുംബങ്ങളെയും കുടിയൊഴിപ്പിക്കേണ്ടി വരും. വെന്നിയൂർ ടൗണിലൂടെ കടന്നു പോയാൽ 50 വർഷത്തിന് മേലെയുള്ള കെട്ടിടങ്ങളും ഈ 3 കെട്ടിടമേ പൊളിക്കേണ്ടി വരുള്ളൂ. ഒരു 6-7 വീടുകൾ മാത്രമേ പൊളിച്ചു മാറ്റേണ്ടി വരുള്ളൂ. കൂടുതൽ നഷ്ടം വരുന്നത് സമാന്തര പാത വന്നാലാണ് കൂടുതൽ നഷ്ടം വരുന്നത്. റോഡ് വഴി വികസിപ്പിക്കുമ്പോൾ നഷ്ടം കുറവാണ് എന്ന് കലക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുകയും കലക്ടർ അത് NHAയ്ക്ക് കൈമാറുകയും NHA തള്ളിക്കളയുമാണ് ചെയ്തത്. അതാണ് ഞങ്ങൾ ഏറ്റവും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹംസ സൂചിപ്പിക്കുന്നത് പുതിയ അലൈൻമെന്റ് പ്രകാരം പുതിയ അലൈൻമെന്റിന് വേണ്ടിയുള്ള നിർദ്ദേശമുണ്ടായപ്പോൾ ആ നിർദ്ദേശം അശാസ്ത്രീയമാണെന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പോലും പരിഗണിക്കാതെയാണ് പുതിയ സ്കെച്ച് വരയ്ക്കുന്നത് എന്നാണ് ഹംസ ആരോപിക്കുന്നത്. നമ്മുടെ കേരളത്തില് എവിടെ പാത വികസനം ഉണ്ടായാലും അവിടെയൊക്കെ ഏതാനും കുടുംബങ്ങൾ അത് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സമീപനം പുലർത്തിയത്. നമുക്കറിയാമല്ലോ, ഈ കാര്യത്തിൽ പബ്ലിക് വർക്സിന്റെ സെക്രട്ടറി തന്നെ ഒരു ജിയോ ഇറക്കിയിട്ടുണ്ട്. ആ ജിയോ പ്രകാരം ഒഴിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഭൂമിക്ക് സമാനമായ എല്ലാ തരത്തിലും സമാനമായ പുനരധിവാസ പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ സെന്റ് ഭൂമിക്കും മാർക്കറ്റ് വില കൊടുക്കാമെന്ന് ഗവൺമെന്റ് ആ ഉത്തരവിൽ രേഖാമൂലം സമ്മതിച്ചിട്ടുണ്ട്. അതുമല്ല, ഒഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് 6 മാസക്കാലത്തേക്ക് 5000 രൂപ വെച്ച് സ്ഥലത്തിന് വാടക കൊടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുമല്ല, ഇത് നമ്മൾ ഈ കാര്യങ്ങള് ഈ ഗവൺമെന്റിന്റെ സമീപനം നമ്മൾ ആ ഗവൺമെന്റ് ഉത്തരവ് വളരെ വ്യക്തമായ രീതിയിൽ അത് എല്ലാ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയിലും നിലവിലുള്ള ഒരു സമ്പ്രദായമാണ്. അത് അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. പക്ഷേ ഇവിടെ ഹംസ ചൂണ്ടിക്കാണിക്കുന്നത് പഴയ അലൈൻമെന്റ് പ്രകാരം പാത വികസിപ്പിക്കുകയാണെങ്കിൽ 6 കെട്ടിടങ്ങൾ ഭാഗികമായും 15ഓളം പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടി വരുന്നിടത്ത് പുതിയ അലൈൻമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത് 58 വീടുകളാണ്, 100-ലധികം കുടുംബങ്ങളെയാണ് തെരുവിലിറക്കേണ്ടി വരുന്നത് എന്നാണ്. താരതമ്യേന കുറഞ്ഞ നാശനഷ്ടമല്ലേ വിവേകപരമായി ചിന്തിക്കുന്നവർ സ്വീകരിക്കേണ്ടത്? അത് തന്നെയല്ലേ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലും ഉള്ളത്? കളക്ടറുടെ റിപ്പോർട്ട് പറയുന്നത് അശാസ്ത്രീയമാണ് പുതിയ അലൈൻമെന്റിനുള്ള ശുപാർശ എന്നാണ്. അല്ല, ഞാൻ കളക്ടർ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകന്മാരോട് ബന്ധപ്പെട്ടപ്പോൾ പുതിയ അലൈൻമെന്റ് ആണ് താരതമ്യേന കുറഞ്ഞ നഷ്ടം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. റൈറ്റ്. ഹംസ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? അത് കലക്ടർ തന്നെ കൊടുത്ത് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് വന്ന റിപ്പോർട്ടാണ്. അതുപോലെ ഏതൊരാൾക്കും വെന്നിയൂർ വന്ന് സന്ദർശിച്ചാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി, അതുപോലെ തന്നെ 35 സെന്റ് സ്ഥലം സർക്കാരിൻ്റെ ഭൂമി വെന്നിയൂർ ടൗണിലുണ്ട്, കയ്യേറിയതുണ്ട് എന്നും കൂടെ അതിന് മുമ്പ് പത്രങ്ങളിലെല്ലാം മാതൃഭൂമി പത്രങ്ങളിലെല്ലാം വന്നതാണ്. അത് ഈ കലക്ടറുടെ നിർദ്ദേശപ്രകാരം സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടെത്തിയത്. അതുപോലെ ബിൽഡിങ്ങുകളെല്ലാം സർക്കാർ ഭൂമിയിൽ പുറമ്പോക്ക് ഭൂമിയിൽ കയ്യേറിയതാണ് കൂടുതൽ കാണുന്നത്. 3 ബിൽഡിങ്ങിൽ ഒരേ ഒരു ബിൽഡിംഗ് മാത്രമേ വെന്നിയൂർ പുതിയതുള്ളൂ, ബാക്കിയെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. റൈറ്റ് ഹംസ. ശ്രീമതി ലീല, ഇവിടെ ഹംസ സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ രാധാകൃഷ്ണൻ മാസ്റ്റർ സൂചിപ്പിച്ചത് മന്ത്രി ആര്യാടൻ മുഹമ്മദ് അത്തരത്തിൽ സ്വജനപക്ഷപാതിത്വമോ അഴിമതിയോ നടത്തിയതായി മുൻപ് ആരോപണം ഉയർന്നിട്ടില്ല. ഇത് കേവലമായ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്നതാണ് എന്നാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ പറയുന്നത്. എന്തുകൊണ്ടാണ് ആര്യാടൻ മുഹമ്മദ് ഇക്കാര്യത്തിൽ സ്വജനപക്ഷപാതപരമായി ഇടപെട്ടു എന്ന് താങ്കളെപ്പോലുള്ളവർ ആരോപിക്കുന്നത്? രാധാകൃഷ്ണൻ മാഷയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ പത്രത്തിൽ വന്ന കാര്യം തന്നെ പുള്ളിക്കാരൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നത് മാത്രം പറഞ്ഞ് കേട്ടറിവ് മാത്രം വെച്ചുകൊണ്ട് ഒരാളെ നമ്മൾ
അയാൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ സ്ഥലം സന്ദർശിക്കുക, ആ സ്ഥലം സന്ദർശിച്ച് സ്ഥലം കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക. അത് കാണാത്ത കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കാരണം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായി ഞങ്ങളുടെ പൂർവികരായിട്ട് താമസിക്കുന്ന സ്ഥലം, ഞങ്ങളുടെ പൂർവികരായി വിട്ടുകൊടുത്ത സ്ഥലമാണ് ഇന്നത്തെ വികസനമായിട്ട് ഇന്ന് പോകുന്ന നാഷണൽ ഹൈവേക്ക്. അല്ലാതെ വേറെ ആരും പൈസ കൊടുത്ത് മേടിച്ചതൊന്നുമല്ല ഈ നാഷണൽ ഹൈവേ എന്നും. പക്ഷേ അങ്ങനെ വിട്ടുകൊടുത്ത ഞങ്ങൾക്ക് ഇവിടെ വികസനത്തിന് ഞങ്ങൾ എതിരാണ് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വികസന വിരോധികളായിട്ട് ആരുമില്ല. കാരണം എല്ലാവരും ഇന്ന് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് വികസനം ആവശ്യമുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും നടത്തുന്നത് പോലെ തന്നെ വെന്നിയൂരും 45 മീറ്ററോ 30 മീറ്ററോ ആവട്ടെ, റോഡിൻ്റെ ഇരുവശവും തുല്യമായി അളന്നെടുത്തുകൊണ്ട് വികസനം നടത്തുന്നതിന് പകരം എന്തിന് ഈ 600 മീറ്ററിൽ മാത്രം പുതിയ ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ഒരു പാത എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്നിപ്പോൾ തവനൂര് ഡെപ്യൂട്ടി തഹസിൽദാരെ അടക്കം ഖരാവോ ചെയ്തു. എന്തുകൊണ്ട്? 45 മീറ്റർ എന്ന് പറഞ്ഞ അളവിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇവർ കാണിച്ചു. ആ അളവിൽ വ്യത്യാസം കാണിക്കുന്ന ഇതേപോലുള്ള ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഞങ്ങൾ എന്ത് കയ്യും കെട്ടി നോക്കിയിരിക്കണോ? പറ്റില്ല. ഞങ്ങളുടെ ജീവിതം ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ മണ്ണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിച്ച്. നാളെയും അതിന് തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ തയ്യാറ്. പക്ഷേ അതിനാര് വിലങ്ങുതടിയായിട്ട് വന്നാലും ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾ ആർക്കാണോ ഞങ്ങളുടെ കാര്യങ്ങളെ ആര് ഞങ്ങളെ സഹായിക്കുന്നുവോ അവരെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്ന വ്യക്തികളാണ്. അല്ലാതെ ഞങ്ങൾക്ക് കൊടിക്ക് നിറയില്ല, രാഷ്ട്രീയത്തിൻ്റെ ചിഹ്നങ്ങളില്ല. പിന്നെ എന്തുദ്ദേശിച്ചാണ് കോൺഗ്രസിനെ മാത്രം ആയുധമാക്കി എന്ന് പറയുന്നു രാധാകൃഷ്ണ മാഷ്. പക്ഷേ അത് ഒരു തെറ്റായ ഒരു കാര്യം കൂടിയാണ് എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തുന്നു. റൈറ്റ് ശ്രീമതി ലീല. ശ്രീ ഹംസ, ഇവിടെ രാധാകൃഷ്ണൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ആര്യാടൻ മുഹമ്മദ് മുൻപൊരിക്കലും ഇത്തരത്തിൽ സ്വജനപക്ഷപാതപരമായി ഒരു കാര്യത്തിൽ ഇടപെട്ടതായി തെളിവില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹം അഴിമതി കാണിക്കുകയോ സ്വജനപക്ഷപാതിത്വം കാണിക്കുകയോ ചെയ്യുന്നതായി ആരോപിക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ്, കോൺഗ്രസിൻ്റെ മെക്കിട്ട് കയറാനാണ് എന്നാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ ഇക്കാര്യത്തിൽ ആര്യാടൻ മുഹമ്മദിനെ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾ കോൺഗ്രസിനെയോ ആര്യാടൻ മുഹമ്മദിനെയോ എതിരല്ല. ആര്യാടൻ മുഹമ്മദിൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഭാഷയിലായിരുന്നു അവിടുത്തെ ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുക്കൾ ഞങ്ങളെ പ്രതികരിച്ചത്. തീവ്രവാദികളാക്കിക്കൊണ്ടാണ് പ്രതികരിച്ചത്. അതുപോലെ അവിടുത്തെ സാഹചര്യ തെളിവുകൾ മുഴുവനും ആര്യാടൻ്റെ കൈകൾ ഞങ്ങൾക്ക് വ്യക്തമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. അതുപോലെ ഇവിടെ സമരസമിതി എന്ത് ചെയ്താലും ഇവർ ഓടിച്ചെല്ലുന്നത് നേരെ ആര്യാടൻ്റെ അടുത്തേക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആര്യാടനാണ് ഇതിൻ്റെ പങ്ക് എന്ന് വ്യക്തമായി പറയുന്നത്. റൈറ്റ് ഹംസത്തിരിയെത്താം. രാധാകൃഷ്ണൻ മാസ്റ്റർ, മുൻപ് നിലമ്പൂരിൽ ഒരു ബൈപ്പാസ് നിർമ്മാണത്തിനായി മുൻപ് ആര്യാടൻ മുഹമ്മദ് MLA ആയിരുന്നപ്പോൾ ഒരു കത്തെഴുതിയ കാര്യം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. അതുവഴിയുള്ള ബൈപ്പാസിന് 20 മീറ്റർ മാത്രം വീതി മതി എന്ന് ആര്യാടൻ ആ കത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. കാരണം 20 മീറ്ററിൽ കൂടുതൽ വീതി ഉണ്ടെങ്കിൽ നിരവധി പേരെ അവിടെ കുടിയൊഴിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞ അതേ ആര്യാടൻ മുഹമ്മദാണ് ഇപ്പോൾ ദേശീയപാത വികസനത്തിൽ കിടപ്പാടം നഷ്ടപ്പെടുന്നവരുടെ പ്രതിഷേധത്തെ തീവ്രവാദം എന്ന് ആക്ഷേപിക്കുന്നത്. എനിക്ക് ആ സഹോദരിയുടെയും ശ്രീ ഹംസയുടെയും ഒക്കെ ദുഃഖം നമുക്ക് മനസ്സിലാവും. വർഷങ്ങളായി നമ്മൾ താമസിക്കുന്ന ഒരു കിടപ്പാടം ഉപേക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ അത് ദേശീയപാതയ്ക്ക് അരികിലാണെങ്കിലും അല്ലെങ്കിലും എല്ലാവർക്കും വിഷമകരമാണ്. പക്ഷേ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഇത്തരം ദേശീയപാത കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ വികസനം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വാഭാവികമാണ്, സ്വാഭാവികമാണ്. പക്ഷെ ആ നഷ്ടം ക്ഷമിക്കണം രാധാകൃഷ്ണൻ മാസ്റ്റർ, ഇവിടെ ലീലാ വേലായുധൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ദേശീയപാതയിൽ ഈ വെന്നിയൂരിലെ 600 മീറ്ററിൽ മാത്രം ഈ ഡൈവേർഷൻ ഉണ്ടാകുന്നു എന്നാണ്. ശ്രീമതി, ആ സഹോദരി കാണുന്ന വെന്നിയൂരിൽ മാത്രമാണ്. ഈ ദേശീയപാതയ്ക്ക് ഒരുപാട് നീളമുണ്ട്, ഒരുപാട് വീതിയുണ്ട്. അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ആളുകൾ ഈ വിഷമം അനുഭവിക്കുന്നുണ്ട്. അവര് നേരിട്ട് കാണുന്ന അവരുടെ മാത്രം വിഷമമാണ് അവർ കാണുന്നത്. സത്യത്തിൽ ഒരുപാട് ആളുകൾ ത്യാഗം സഹിച്ചിട്ടാണ് ഇതുപോലെയുള്ള പാതകൾ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി നോക്കണം. ഇപ്പൊ ആന്ധ്രയിലായാലും കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും ഇതുപോലെ ഒരുപാട് ഇതിനേക്കാൾ ദേശീയപാതകൾ വന്നു. അവിടെയൊക്കെ ജനങ്ങൾ സഹിച്ചിട്ടുണ്ട്. നമ്മളതിന് സഹിക്കാൻ ബാധ്യസ്ഥരാണ് അത്തരം വികസന പ്രവർത്തനങ്ങൾ വരുമ്പോ. പക്ഷെ അതിന് ഈ ഗവൺമെന്റ്
തികച്ച രാധാകൃഷ്ണൻ മാസ്റ്റർ, വെന്നിയൂരിലെ 600 മീറ്ററിൽ ദേശീയപാത വളഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സമാന്തര പാത നിർമ്മിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ആരെയോ സംരക്ഷിക്കാനാണെന്നും ഇക്കാര്യത്തിൽ സ്വജനപക്ഷപാതിത്വം നടന്നിട്ടുണ്ടെന്നും ഈ പാതയിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നവരായ ഇരകൾ സംശയിക്കപ്പെടുക സ്വാഭാവികം മാത്രമല്ലേ? നോക്കൂ, ഇപ്പൊ വെളിയങ്കോടുള്ള കുറച്ച് ആളുകള് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലീഗ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. വെളിയങ്കോടിലെ ആളുകൾ ഈ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അവരവന്റെ സ്വന്തം ഭൂമിയും കിടപ്പാടവും വീടും ഒക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് സ്വാഭാവികമാണ് ആ വികാരം. പക്ഷേ അതൊരു ഒരു ഒരു പൊതു വികസനത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മളത് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് എന്ത് റെമഡിയൽ മെഷേഴ്സ് ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ആളുകൾക്ക് കൃത്യമായി ഇതേ സൗകര്യങ്ങളുള്ള ഇതേ സംവിധാനങ്ങളുള്ള സ്ഥലമാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. അവർക്ക് മാർക്കറ്റ് വില കൊടുക്കുന്നു, 6 മാസത്തെ 5000 രൂപ വാടക കൊടുക്കുന്നു, ഇത് പൊളിച്ചു മാറ്റുന്നതിന് 50,000 രൂപ കൊടുക്കുന്നു. ഇതെല്ലാം ഈ ഗവൺമെന്റ് ചെയ്യുന്ന ആ ഗവൺമെന്റ് സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് വ്യക്തമാക്കുന്ന രീതിയിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണ് ഈ ഗവൺമെന്റ് ഉത്തരവിറക്കിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കാത്ത എന്താ? നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനം നമ്മൾ കാണണ്ടേ? നമ്മുടെ സംസ്ഥാനം വികസിക്കണ്ടേ? നമ്മുടെ സംസ്ഥാനത്തിന് പുതിയ പാതകൾ വേണ്ടേ? റൈറ്റ്. രാധാകൃഷ്ണൻ മാസ്റ്റർ ദയവായി തുടരുക. ശ്രീ ഹംസ, ഇവിടെ രാധാകൃഷ്ണൻ മാസ്റ്റർ സൂചിപ്പിച്ച പാക്കേജുകൾ, പുനരധിവാസ പാക്കേജുകൾ വളരെയധികം ഉദാരതയോടെ സർക്കാർ ഇരകൾക്ക് വേണ്ടി നൽകുന്നു എന്നാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ ഉന്നയിക്കുന്നത്. എങ്ങനെ കാണുന്നു താങ്കൾ സർക്കാരിൻ്റെ പുനരധിവാസ പാക്കേജിനെ? സർക്കാർ ഇതുവരെ കുടിയൊഴിപ്പിച്ച് എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു പുനരധിവാസ പാക്കേജ് നടപ്പാക്കിയിട്ടുണ്ടോ? 1. 2, രാധാകൃഷ്ണൻ മാസ്റ്റർ സൂചിപ്പിച്ച ഒരു കാര്യം, വെന്നിയൂരിൻ്റെ കാര്യം മൊത്തം നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ വിഷയമല്ല. അതാണതിൽ വ്യക്തമായിട്ട് പറയാനുള്ളത്. നിലവിൽ ഒരു വളവുമില്ലാത്ത ഒരു ഹൈവേ വളച്ചു കൊണ്ടുപോകണം. അത് കുട്ടിയാമത് കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വട്ടത്തിൽ എന്നാണ്. അതുപോലെ തന്നെ CR നീലകണ്ഠൻ പറഞ്ഞത് ഏഷ്യയിൽ ഏറ്റവും വലിയ റോഡ് വികസനത്തിൻ്റെ ഏറ്റവും വലിയ കുടിയിറക്കലാണ് വെന്നിയൂരിൽ നടക്കുന്നതെന്ന് അവരെല്ലാം ഉദാഹരണം പറഞ്ഞ ഒരു സ്ഥലമാണ് വെന്നിയൂർ. കാരണം ഈ രാധാകൃഷ്ണൻ മാസ്റ്റർ വെന്നിയൂർ വന്ന് സന്ദർശിച്ചത് ബോധ്യപ്പെടുത്തേണ്ടതെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിനോടും ഞങ്ങൾക്ക് എതിരില്ല. എങ്ങനെയാണ് വെന്നിയൂരിൽ ഈ ബാധ തിരിച്ചു വിട്ടത്? അത് വന്ന റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവും. ഇതാണ് വെന്നിയൂരിൻ്റെ പോയിന്റ്. ഞങ്ങൾ വികസനത്തിനെതിരോ മറ്റല്ല. അതുപോലെ കുടിയിറക്കുന്നതിന് ഇതുവരെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ കലക്ടർ യോഗത്തിൽ തന്നെ പറഞ്ഞത് ഇടിമുഴിക്കൽ 40,000 രൂപയാണ് ഒരു സെന്റിന് കിട്ടുക എന്നാണ്. അത് വ്യക്തമായതാണ്. അങ്ങനെ ഓരോരോ സ്ഥലവും കലക്ടർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ പാക്കേജ് ഒന്നും കലക്ടർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. റൈറ്റ്. ഹംസ, തിരികെ എത്താം. ശ്രീമതി ലീല, ഇവിടെ ഒരു ഭാഗത്തെ ജനങ്ങളെ കുടിയിറക്കുമ്പോൾ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് സ്വാഭാവികമായ വേദനയുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. അത് മറ്റൊരു ഭാഗത്തേക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റുമ്പോൾ ആ ഭാഗത്തുള്ളവർ ആ വേദനയും വിഷമവും അനുഭവിക്കേണ്ടി വരും. സ്വാഭാവികമല്ല ഇത്തരത്തിൽ അലൈൻമെൻറ്റ് മാറുമ്പോൾ ചിലരിൽ നിന്ന് പ്രതിഷേധമുണ്ടാവുക? അങ്ങനെ പറയാം. നമുക്ക് അങ്ങനെ അലൈൻമെൻറ്റ് മാറുമ്പോൾ പ്രതിഷേധം ഉണ്ടാവാം. പക്ഷേ എങ്ങനെ? റോഡിന് ഇരുവശവും താമസിക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ട് ഇരിക്കേണ്ടി വരും എന്ന് നമ്മൾക്ക് തന്നെ ബോധമുണ്ട്. എന്നാൽ ഞങ്ങളെപ്പോലുള്ളവർ താമസിക്കുന്ന വീടുകൾ 70-75 മീറ്റർ അകലെയാണ്, നാഷണൽ ഹൈവേക്ക് അകലെയാണ്. അവിടെ കൂടെയാണ് പുതിയൊരു പാത വരുന്നത്. കാരണം നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്നപ്പോൾ 2 സൈഡും തുല്യമായിട്ട് എടുക്കുക. അതോടൊപ്പം തന്നെ പാക്കേജ് ഈ രാധാകൃഷ്ണൻ മാഷ് പറഞ്ഞ പോലെയുള്ള പാക്കേജൊന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല. കാരണം കലക്ടറെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിരുന്നു, കലക്ടർ ഞങ്ങളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഹിയറിംഗ് കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങൾക്ക് അതിന് മറുപടി കിട്ടിയിട്ടില്ല ഇത്ര പാക്കേജ് തരും എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഈ രാധാകൃഷ്ണൻ മാഷ്ക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാക്കേജുകളൊന്നും വേണ്ട. ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന സ്ഥലം എത്ര സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അത്രയും സെൻറ്റ് സ്ഥലം ഈ കേരളത്തിൽ തന്നെ, അതായത് മലപ്പുറം ജില്ലയിൽ തന്നെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഇത് കർണാടക അല്ല, ആന്ധ്ര അല്ല, തമിഴ്നാടല്ല, ഇത് കേരളമാണെന്ന് രാധാകൃഷ്ണൻ മാഷ് ഒന്ന് ഓർക്കണം. കാരണം അത്രയും സ്ഥലം മേടിച്ച് രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന വീടും അതിൻ്റെ സൗകര്യങ്ങളും എത്രത്തോളം ഉണ്ട് എങ്കിൽ അതേപോലുള്ള ഒരു വീട് കെട്ടി അതിൻ്റെ സൗകര്യത്തോടു കൂടി അതിൻ്റെ ചാവി ഇങ്ങോട്ട് തരുന്ന സമയത്ത് ഞങ്ങൾ മാറിക്കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷേ എന്തുകൊണ്ട് രാധാകൃഷ്ണൻ മാഷ് ഇങ്ങനെ പറയുന്നത് വികസനത്തിനെതിരെ എന്ന്? വികസനത്തിന് ഒരിക്കലും എതിരല്ല. പക്ഷേ ഈ പാക്കേജുകൾ പറയുക എന്നല്ലാതെ പ്രാവർത്തികമാക്കാൻ ഇന്ന് നമ്മുടെ ഗവൺമെന്റിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. റൈറ്റ്. ശ്രീമതി ലീല, രാധാകൃഷ്ണൻ മാസ്റ്റർ 2 കാര്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, നേരെ പോകുന്ന ഒരു റോഡിൽ നിന്ന്
ഇരുവശത്തുമുള്ളവരെ ഒഴിപ്പിക്കാതെ റാ വട്ടത്തിൽ മറ്റൊരു റോഡ് നിർമ്മിച്ചുകൊണ്ട് കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലൂടെ ആ റോഡ് പായിച്ചുകൊണ്ട് ആ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് 58ഓളം വീടുകൾ പൊളിച്ചു മാറ്റി 100 കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന അശാസ്ത്രീയമായ രീതി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പുനരധിവാസ പാക്കേജ് വെന്നൂരിന് മാത്രമായിട്ടല്ല സർക്കാർ ശുപാർശ ചെയ്യുക. സംസ്ഥാന സർക്കാർ ഒരു പാക്കേജ് കേന്ദ്രത്തിന് കൊടുക്കുന്നത് ദേശീയപാതയുടെ കേരളത്തിലെ മുഴുവൻ റീച്ചിലും ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു പാക്കേജാണ് പ്രഖ്യാപിക്കുക. അത്തരത്തിലൊരു പാക്കേജ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇന്ന് ദേശീയപാത സമരത്തിൻ്റെ പ്രധാന കാരണമായി ഹംസയെ പോലുള്ളവർ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ താങ്കൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ? ശരിയല്ല. ഇത് PWD സെക്രട്ടറി, ഗവൺമെന്റ് സെക്രട്ടറിയുടെ ഉത്തരവാണിത്. ജിയോ ആണ്. ആ ജിയോ നമ്പർ പണി നാളെ എന്നെ ബന്ധപ്പെട്ട ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ദേശീയപാത എന്ന് പറയുമ്പോൾ അത് വെന്നൂർ മാത്രമുള്ള ഒരു കാര്യമല്ല. ദേശീയപാതയുടെ സർവേക്ക് സാധാരണഗതിയിൽ ദേശീയപാത അതോറിറ്റിക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് ആദ്യം വേരിയൽ സർവേ നടത്തും, പിന്നെ അവിടെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സർവേ നടത്തും. ഇങ്ങനെയൊക്കെ സർവേ നടത്തി താരതമ്യേന ഏറ്റവും കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കൂടിയാണ് ഈ ദേശീയപാതയുടെ അലൈൻമെന്റ് വരുന്നത്. അത് വെന്നൂരിൽ മാത്രം ഏതാനും കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം അതിന് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അതിൽ ശ്രീ ആര്യാടൻ മുഹമ്മദിനെ പ്രതി ചേർക്കേണ്ട ആവശ്യമില്ല. ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത് ഈ രാജ്യത്ത് വികസനത്തിനെതിരായി നിൽക്കുന്ന ആളുകൾ തീവ്രവാദികളാണ് പറഞ്ഞത്. വികസനത്തിനെതിരായി നിൽക്കുന്ന ആളുകൾ, രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അത് റോഡും വെള്ളവും വെളിച്ചവും ഒക്കെ തന്നെയാണ് രാജ്യത്തിന്റെ വികസനം. അത് നമുക്ക് ഇവിടെ ഇരുന്നാൽ മനസ്സിലാവില്ല. മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രമാണ് അതിന്റെ വികസനത്തിന്റെ യഥാർത്ഥ വശങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിപ്പോ കേരളത്തിൽ ഒരു കാര്യം തീർച്ചയാണ്, കേരളത്തിൽ ഇത്രയും ജനസാന്ദ്രതയുള്ള പ്രദേശമായതുകൊണ്ട് വികസനം വരുന്ന സമയത്ത് ഇത്തരം ആരോപണങ്ങള്, പരാതികള്, പര്യാവരണങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിനെ മറികടക്കാൻ ആദ്യത്തെ അലൈൻമെന്റ് നിശ്ചയിച്ചപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിരുന്നോ? പുതിയൊരു റാ വട്ടത്തിൽ പുതിയ റോഡ് നിർമ്മിക്കാനും പുതിയ അലൈൻമെന്റ് വരയ്ക്കാനും അത്തരത്തിലുള്ള പ്രതിഷേധത്തെക്കുറിച്ച് ഹംസയോ ലീലയോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, അതെനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ശ്രീ ഹംസ, അത്തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നോ വെന്നൂരിൽ ആദ്യത്തെ അലൈൻമെന്റിന്റെ കാര്യത്തിൽ? 2007 ആദ്യത്തെ അലൈൻമെന്റ് ഉണ്ടായത്. അന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അന്ന് നിലവിൽ ദേശീയപാത ഓരത്ത് താമസിക്കുന്ന ആളുകൾ എനിക്ക് എത്ര നഷ്ടം വരും എന്ന് മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ 2008 അലൈൻമെന്റ് വന്നപ്പോഴും ഇപ്പോൾ വെന്നൂരിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമാന്തര പാത കടന്നു പോകുന്ന വഴിയിൽ ഉള്ള ആളുകൾ ആരും ഇങ്ങനെ ഒരു പാത കടന്നു പോകുന്ന അവർക്ക് അറിയേയില്ല. നിലവിൽ ദേശീയപാത കടന്നു പോകുമ്പോൾ റോട്ടിൽ മഞ്ഞ മാർക്ക് ചെയ്തപ്പോൾ ആ മഞ്ഞ മാർക്ക് പ്രകാരം അളന്ന് തിട്ടപ്പെടുത്തി റോഡിന്റെ അരികിലുള്ളവർക്ക് റോഡ് പോകുന്നത് തിട്ടപ്പെടുത്തിയപ്പോൾ അളവ് അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോഴാണ്, കിഴക്ക് വശത്തേക്ക് മാറി പോകുന്നത് കണ്ടപ്പോഴാണ്, ഇവിടെ റോഡ് മാറിയാണ് വരുന്നത് കണ്ടപ്പോൾ വെബ്സൈറ്റിൽ റോഡ് പരിശോധിക്കുകയും അപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുകയും സമരസമിതി രൂപീകരിക്കുകയും എല്ലാം ചെയ്യുന്നത്. അതിനു മുമ്പ് ഇങ്ങനെ വെന്നൂര് സാധാരണ റോഡിന്റെ അലൈൻമെന്റ് ആളുകൾ നോക്കിയിരുന്ന പോലെ തന്നെയാണ് കണ്ടത്. ഇതാരും പ്രതിഷേധത്തിൽ മാറ്റിയതൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ കൂടെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത് മാറ്റപ്പെട്ടത്. ഇനി സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സർക്കാർ പുതിയ റോഡ് നിർമ്മാണവുമായി മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവിടെയുള്ള കുടുംബാംഗങ്ങളുടെ പ്രതികരണം? സർക്കാർ എന്നുള്ള ഒരു മോഡലിൽ അത് കൂടെ ഒരു റോഡ് കൊണ്ടുപോവില്ല. കാരണം ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ, അതായത് നമ്മുടെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള കലക്ടർ ആ സ്ഥലങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിക്കുകയും അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് തന്നെ ഇന്നത്തെ ഒരു പ്രാദേശിക പത്രത്തിൽ അതിനെ പറ്റി ഒരു ഒരു വാർത്ത വരുത്തുകയും ചെയ്തു. പക്ഷേ അതിൽ കലക്ടറിൻ്റെ അണ്ടറിൽ, NHന്റെ അണ്ടറിലല്ലല്ലോ കലക്ടർ എന്ന് പറയുന്ന വേറൊരു വിഭാഗം, NH വേറൊരു വിഭാഗമാണ്. പക്ഷേ കലക്ടറെ സംബന്ധിച്ചിടത്തോളം കലക്ടർക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എങ്കിൽ ജനങ്ങളായ ഞങ്ങൾ, അതായത് അവിടുത്തെ ഇരകളായ ഞങ്ങൾ ആ എന്നുള്ള റോഡിന് പകരം ഒരു ശ്മശാന ഭൂമി ഞങ്ങളെല്ലാവരെയും കൊന്നുകൊണ്ടല്ലാതെ അതുകൂടെ ഒരു റോഡ് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരിക്കലും ആ വികസനം നടക്കില്ല. വളരെയധികം നന്ദി ശ്രീമതി ലീല. ശ്രീ ഹംസ രാധാകൃഷ്ണൻ മാസ്റ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്. കുവൈത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ 4 പേർ മരിച്ചു. മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയും കെട്ടിടങ്ങൾ തകർന്നും 472 പേർക്കാണ് പരിക്കേറ്റത്.
അഗ്നിശമന വിഭാഗത്തിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി കേണൽ ഖലീൽ അൽ അമീറാണ് കഴിഞ്ഞ ദിവസം മഴക്കെടുതി സംബന്ധിച്ച സ്ഥിതിവിവരക്കണക്കുകൾ വെളിപ്പെടുത്തിയത്. അപകടങ്ങളിൽ അകപ്പെട്ട 110ഓളം പേരെ ഫയർഫോഴ്സും പരിസരവാസികളും ചേർന്ന് രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ വിവിധയിടങ്ങളിലെ എമർജൻസി ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മഴക്കെടുതി സംബന്ധമായി 196 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിവിധയിടങ്ങളിൽ നിന്ന് 139 പേരെ രക്ഷപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് 524 പരാതികൾ ലഭിച്ചതായി മെഡിക്കൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റും അറിയിച്ചു. ഇതിൽ 472 പേരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ഗുരുതരാവസ്ഥയിലുള്ള 288 പേരെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ 6 ഗവർണറേറ്റുകളിൽ നിന്ന് മഴക്കെടുതികളിൽ അകപ്പെട്ടവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള 3052 പരാതികൾ ലഭിച്ചതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ്. UAEയുടെ പല ഭാഗങ്ങളിലും ഇന്ന് കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദുബൈ ഉൾപ്പെടെ UAEയിൽ ജനജീവിതം താളം തെറ്റി. കനത്ത കാറ്റിന് സാധ്യതയുണ്ടെന്ന പ്രവചനത്തെ തുടർന്ന് ദുബൈയിലും മറ്റും മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ഗ്ലോബൽ വില്ലേജിൽ സന്ദർശകർക്ക് ഇന്ന് വിലക്കും ഏർപ്പെടുത്തി. അബുദാബിയുടെ ഉൾഭാഗങ്ങളിൽ കനത്ത പേമാരിയായിരുന്നു കാലത്തു മുതൽ. ദുബൈയിലും പരിസര പ്രദേശങ്ങളിലും സാമാന്യം നല്ല മഴ ലഭിച്ചു. പ്രതികൂല കാലാവസ്ഥ തുടരുമെന്നതിനാൽ വാഹനമോടിക്കുന്നവർ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അധികൃതർ രാവിലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അബുദാബിയുടെ പശ്ചിമഭാഗങ്ങളിൽ കനത്ത പേമാരിയെ തുടർന്ന് നിരവധി മരങ്ങളും ഇലക്ട്രിക് തൂണുകളും തകർന്നു. ഡൽമ, സീർബനിയാസ്, അൽറുവൈസ് എന്നിവിടങ്ങളിൽ പേമാരി തന്നെയായിരുന്നു. ഇവിടങ്ങളിൽ കനത്ത കാറ്റും വീശിയടിച്ചു. ഫുജൈറ, റാസൽ ഖൈമ ഉൾപ്പെടെ മറ്റു പ്രദേശങ്ങളിലും പ്രതികൂല കാലാവസ്ഥ കാരണം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. ഏതാനും വാഹനാപകടങ്ങളും UAEയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദുബൈയിലും മറ്റും പല വിദ്യാലയങ്ങളും പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. അടുത്ത 1-2 ദിവസങ്ങൾ കൂടി പ്രതികൂല കാലാവസ്ഥ തുടരുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1, ദുബൈ. ഒമാനിൽ വീണ്ടും കനത്ത മഴ. മഴക്കെടുതിയിൽ 2 പേർ മരിച്ചു. ഖാബൂറയിൽ ഇടിമിന്നലേറ്റ് ഒമാൻ സ്വദേശി മരിച്ചു. സോഹാറിൽ ഒഴുക്കിൽപ്പെട്ട് ഈജിപ്ത് സ്വദേശിയാണ് മരിച്ചത്. ഖാബൂറയിലും ഷിനാസിലും തീരദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ബുറൈമി ബാത്തിന മേഖലയിൽ ആരംഭിച്ച മഴ രാത്രിയോടെ തലസ്ഥാനമായ മസ്കത്തിലേക്കും വ്യാപിച്ചു. 4 ദിവസം മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഒമാന്റെ വിവിധ മേഖലകളിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അറേബ്യൻ മുനമ്പിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് മഴ. ശക്തമായ ഇടിയുടെയും കാറ്റിന്റെയും അകമ്പടിയോടെയാണ് മഴ തകർത്തു പെയ്യുന്നത്. വാദികൾ നിറഞ്ഞൊഴുകി പലയിടത്തും ഗതാഗതം അവതാളത്തിലാണ്. മുസന്തം, ബുറൈമി, ബാത്തിന, മസ്കത്ത് ഗവർണറേറ്റുകളിലാണ് ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് 2 ദിവസം മുമ്പേ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മത്സ്യബന്ധനത്തിനായി കടലിൽ ഇറങ്ങരുതെന്നും വാഹനങ്ങൾ വാദിയിലെ മലവെള്ളപ്പാച്ചിൽ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമാൻ റേഡിയോയിൽ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിലാണ് അപായ സൂചന നൽകിയിരുന്നത്. മഴക്കെടുതികളെ നേരിടാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രാത്രിയിൽ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരെ തിരക്കായിരുന്നു കടകളിലെങ്ങും. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. മസ്കത്തിൽ ഇന്ന് രാത്രി പെയ്ത മഴയിൽ പ്രധാന വ്യാപാര കേന്ദ്രമായ മത്ര സൂഖ് വെള്ളത്തിലായി. സൂഖിൽ 5 അടിയോളം വെള്ളം ഉയർന്നു. സൂഖുൽ ലലം, സെൻട്രൽ മാർക്കറ്റ് 1ഉം 2ഉം മാർക്കറ്റുകൾ എന്നിവയിൽ വെള്ളം കയറി. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ നിന്ന് പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തൂണുകളിൽ അള്ളിപ്പിടിച്ചിരുന്നവരെ രക്ഷാസേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കുവൈത്തിൽ വിസ കച്ചവടക്കാരുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി തുടങ്ങി. ഫർവാനിയ തൊഴിൽ വിഭാഗത്തിലെ 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേസെടുക്കാൻ അധികൃതർ ഒരുങ്ങുന്നത്. ഇവരെ ഉടൻ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. ചില കമ്പനികൾക്ക് വേണ്ടി തൊഴിലാളികളുടെ എണ്ണം അനധികൃതമായി വർദ്ധിപ്പിക്കുന്നതിനായി മന്ത്രാലയത്തിന്റെ ഡേറ്റാബേസിൽ നുഴഞ്ഞുകയറിയതിനാണ് ഇവർക്കെതിരെ നടപടി. കമ്പനികളിൽ നിന്ന് പണം പറ്റിയാണ് വൻ വിസ കച്ചവടത്തിന് ഇവർ കൂട്ടുനിന്നതെന്നാണ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഇവരെ ചോദ്യം ചെയ്തതിലൂടെ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ഡേറ്റാബേസിൽ നുഴഞ്ഞുകയറി ചില കമ്പനികൾക്ക് അനുവദിച്ച തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനയുണ്ടാക്കുകയാണ് ഇവർ ചെയ്തത്. 22 തൊഴിലാളികളെ എടുക്കാൻ അനുവാദമുണ്ടായിരുന്ന ഒരു കമ്പനിയുടെ കോട്ട ഇവർ 212 ആക്കി. മറ്റു ചില കമ്പനികൾക്ക് വേണ്ടിയും തിരിമറി നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. നിസാർ കെ റഷീദ്, മീഡിയ 1, കുവൈത്ത്. കുവൈത്തിൽ ട്രാഫിക് വകുപ്പ് പിടിച്ചെടുത്ത് സബഹാൻ ഗാരേജിൽ സൂക്ഷിച്ചിട്ടുള്ള വാഹനങ്ങൾ ഡിസംബർ 4-ന് വൈകുന്നേരം ലേലം ചെയ്യുമെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. TV, റേഡിയോ എന്നിവ മുഖാന്തരം അറിയിച്ച പ്രകാരം വാഹന ഉടമസ്ഥർ ഗാരേജിൽ ഹാജരാകണം. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തലേ ദിവസം വന്ന് വാഹനങ്ങൾ പരിശോധിക്കാമെന്നും ട്രാഫിക് വകുപ്പ് അറിയിച്ചു.
സൗദിയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കിയപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയ മറ്റ് പലരെയും പോലെ ആലുവ സ്വദേശി ഹൈദ്രോസ് മുജീബിന് പറയാനുള്ളത് വേദനകളുടെ കഥകളും ഇന്ത്യൻ എംബസിയുടെ നിരുത്തരവാദിത്തപരമായ സമീപനവുമാണ്. റിയാദിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെങ്കിൽ 1000 കിലോമീറ്ററിലധികം താണ്ടണമായിരുന്നു ഈ തുച്ഛ വരുമാനക്കാരൻ. ആലുവ പുറയാർ കൊല്ലാറ വീട്ടിൽ ഞങ്ങൾ കണ്ടത് പറക്കമുറ്റാത്ത മക്കളെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന മുജീബിനെയും ഭാര്യയെയുമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുജീബ് സൗദിയിലെത്തിയത്. കിട്ടിയ തുച്ഛമായ ശമ്പളം നിത്യച്ചെലവുകൾക്ക് തന്നെ തികയാതെ വന്നപ്പോൾ 1.5 ലക്ഷം രൂപ നൽകി കഴിഞ്ഞ ജൂണിൽ താൽക്കാലിക ഡ്രൈവർ വിസ എടുത്തു. നിതാഗത് നിയമം ശക്തമാക്കിയതോടെ സ്പോൺസറുടെ നിർബന്ധപ്രകാരം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മുജീബ്. എനിക്ക് ഇത്ര പൈസ ഞാൻ തന്നിട്ടാണ് വന്നത്, അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ രീതി ഇതാണ്. അപ്പോൾ എൻ്റെ സ്ഥിതി ഇതാണ്, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് ഞാൻ ജോലിക്കാരനല്ല. അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പോൾ തൽക്കാലം നാട്ടിൽ പോകും, എന്നിട്ടൊരു 6 മാസം നിൽക്കുന്ന രീതിയിൽ നിൽക്കുക. അപ്പോൾ ഇവിടുത്തെ നിയമം ഏകദേശം ഇതാവണ സമയം വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാം. അതല്ല നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒന്നിനും ഉത്തരവാദിയല്ല. നിരവധി തവണ എംബസിയുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും പലപ്പോഴും മറുപടിയില്ലായിരുന്നുവെന്ന് മുജീബ് പറഞ്ഞു. 1000 കിലോമീറ്റർ താണ്ടി എംബസിയിലെത്തണമെങ്കിൽ വിവിധ പരിശോധനകൾ കഴിയണം. അതുകൊണ്ട് തന്നെ എംബസിയുമായി ബന്ധപ്പെടാനും കഴിഞ്ഞില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവാസി പുനരധിവാസ പദ്ധതിയിലാണ് മുജീബിൻ്റെ ഏക പ്രതീക്ഷ. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ മനോജ് PL-നൊപ്പം നിതീഷ് ബാലൻ, മീഡിയ 1. തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ച് കുവൈത്തും ഇറാഖും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ പ്രത്യാശിച്ചു. സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുന്നതിന്റെ സൂചനകളാണ് നിലവിലുള്ളതെന്നും ബാൻ കി മൂൺ പറഞ്ഞു. UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച UN അസിസ്റ്റന്റ് മിഷൻ ഇൻ ഇറാഖിന്റെ റിപ്പോർട്ടിലാണ് സെക്രട്ടറി ജനറലിന്റെ ശുഭപ്രതീക്ഷ. സമീപകാലത്ത് കുവൈത്തും ഇറാഖും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ നിരവധി സൂചനകളുണ്ടായതായി മൂൺ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഇറാഖ് നഗരങ്ങളായ ബസ്രയിലും അർബിലും കോൺസുലേറ്റുകൾ തുറക്കാൻ കുവൈത്തിന് അനുമതി നൽകിയത് ഇറാഖിന്റെ ഭാഗത്തുനിന്നുള്ള നല്ല നീക്കമാണ്. കുവൈത്ത് കൂടാതെ മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഇറാഖ് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും ഇത് അനിവാര്യമാണ്. അതേസമയം ഇറാഖിൽ അക്രമങ്ങളും അരാജകത്വവും തിരിച്ചുവരുന്നതിൽ മൂൺ ആശങ്ക പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ സുസ്ഥിരതയ്ക്കും ദേശീയ വികസനത്തിനും തിരിച്ചടിയാണ് ഇത്തരം സംഭവങ്ങളെന്നും ഐക്യത്തോടെയുള്ള സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്നും റിപ്പോർട്ട് ആഹ്വാനം ചെയ്തു. മീഡിയ 1, കുവൈറ്റ്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഖത്തർ കൂടുതൽ ഗൗരവമായി എടുക്കുന്നുണ്ടെന്ന് ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ പറഞ്ഞു. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലാറ്ററിന്റെ പ്രതികരണം. ബെർലിനിൽ ഫിഫയുടെ കാര്യാലയത്തിൽ വെച്ചാണ് പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്റർ ഖത്തറിന്റെ വിഷയത്തിൽ പ്രതികരിച്ചത്. അന്താരാഷ്ട്ര വ്യാപാര യൂണിയൻ കോൺഫെഡറേഷൻ പ്രസിഡന്റ് മൈക്കൽ സോമറിനെ നേരിൽ കണ്ട് ബ്ലാറ്റർ വിഷയങ്ങൾ ധരിപ്പിച്ചു. ഖത്തറിൽ നിലവിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഖത്തറിലെ നിയമനിർമ്മാണ പ്രതിനിധികളും കമ്പനികളും ചേർന്നാണ് ഈ വിഷയത്തിൽ പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. We are only one of the tools to go there to change something, but who has to do it? First of all, it's the legislation of the country, the reception of all the workers there, and secondly, the responsibility of all the companies they are working there. നിലവിലെ ആരോപണങ്ങൾ ഖത്തർ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും ഫിഫ ഇത് കൃത്യമായി വിലയിരുത്തുന്നതായും ബ്ലാറ്റർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. 2014 മാർച്ചിൽ നടക്കാനിരിക്കുന്ന ഫിഫ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Qatar has to work on these problems together with the others, I just said, and we have taken now the time to go until March next year to monitor the situation. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. ഖത്തറിൽ വാടക ഇനിയും വർദ്ധിക്കുമെന്ന് പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. ജനസംഖ്യയുടെ വർധനവ് താമസ സ്ഥലത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയാണ്. ഒരു മാസത്തിനിടെയുള്ള വ്യത്യാസം 0.8%. ഭക്ഷണം, വസ്ത്രം, മരുന്നുകൾ എന്നിവയാണ് ഉപഭോക്തൃ വില നിലവാര സൂചികയിൽ വർധനവുള്ള മറ്റു വസ്തുക്കൾ. അബുദാബിയിൽ താമസ കെട്ടിട വാടക കരാർ പുതുക്കുമ്പോൾ പരമാവധി 5% മാത്രം വർധനവ് എന്ന നിയന്ത്രണം എടുത്തുകളയുന്നു. അബുദാബിയിൽ വാടക കുത്തനെ ഉയരാൻ ഇത് വഴിയൊരുക്കുമെന്ന് ആശങ്ക ശക്തമായിരിക്കുകയാണ്. അബുദാബിയിൽ കെട്ടിടങ്ങളുടെ വാടക പുതുക്കൽ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ 2 മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന തീരുമാനമാണ്
അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. വാടക കരാർ പുതുക്കൽ നിയമം മരവിപ്പിച്ചും വാടക പുതുക്കുമ്പോൾ നിലവിലെ 5% കൂടുതൽ വാടക വർദ്ധിപ്പിക്കരുതെന്ന നിയമം പിൻവലിച്ചുമാണ് പുതിയ കെട്ടിട വാടക കരാർ നിർദ്ദേശങ്ങൾ നടപ്പിലാവുക. നിലവിൽ വാടക പുതുക്കുമ്പോൾ പരമാവധി 5% കൂടാൻ പാടില്ലെന്നായിരുന്നു നിയമം. എന്നാൽ ഇതാണ് ഇന്ന് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. നിലവിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് മുൻനിർത്തി കെട്ടിടങ്ങളുടെ ലഭ്യതയും ആവശ്യകതയും അനുസരിച്ച് വാടക ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിർദ്ദേശം നടപ്പിലാവുക. അബുദാബിയിലെ കെട്ടിട വാടക ഗണ്യമായി വർദ്ധിക്കുന്നതിലേക്കാവും കാര്യങ്ങൾ നീങ്ങുകയെന്ന ആശങ്കയിലാണ് മലയാളികൾ ഉൾപ്പെടെ പ്രവാസി സമൂഹം. മീഡിയ 1 അബുദാബി. കുവൈത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ട്രാഫിക് വകുപ്പ് പുതിയ നിയമം കൊണ്ടുവരുന്നു. സ്വദേശിക്ക് 2 വാഹനവും വിദേശിക്ക് 1 വാഹനവും മാത്രമേ സ്വന്തമാക്കാൻ ഇത് പ്രകാരം കഴിയൂ. വിദേശികളുടെ പഴയ വാഹനം പുതുക്കുന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. 8 മുതൽ 12 വർഷം വരെ പഴക്കമുള്ള വാഹനം പുതുക്കേണ്ടതില്ല എന്നായിരിക്കും സർക്കാർ തീരുമാനമെന്നും സൂചനയുണ്ട്. ഗൾഫിലെ പ്രമുഖ ബജറ്റ് എയർലൈൻസായ എയർ അറേബ്യ സൗദിയിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാ നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് സെക്ടറുകളിലേക്കാണ് പ്രത്യേക നിരക്കിളവ്. ദമാം, റിയാദ്, ജിദ്ദ നഗരങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും ടാക്സ് ഉൾപ്പെടെ 600 റിയാലാണ് ഏറ്റവും കുറഞ്ഞ പുതിയ നിരക്ക്. ഡിസംബർ 2013 വരെയാണ് നിരക്കിളവ് പ്രാബല്യത്തിലുണ്ടാവുക. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനിടെ രോഗബാധിതയായി മക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന മലയാളി സ്ത്രീ മരിച്ചു. കണ്ണൂർ കീച്ചേരി സ്വദേശിനി TP സുഹറാബിയാണ് മരിച്ചത്. രോഗബാധിതയായതിനെ തുടർന്ന് അറഫ ദിനത്തിൽ മക്കയിലെ ഹിറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കെയാണ് ഇന്ന് വൈകുന്നേരത്തോടെ മരിച്ചത്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗൾഫിലെ ആദ്യ ഷോറൂം മസ്കത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒമാൻ വാണിജ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് ഹസൻ അൽ തീബ് ഉദ്ഘാടനം ചെയ്തു. നടി കാവ്യ മാധവൻ മുഖ്യാതിഥിയായിരുന്നു. മസ്കത്തിലെ റൂവി ഹൈ സ്ട്രീറ്റിൽ 2 നിലകളിൽ 6000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗൾഫിലെ ആദ്യ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിലെത്തിയ സിനിമാ താരം കാവ്യ മാധവനെ കാണാൻ 100 കണക്കിന് പേരാണ് തടിച്ചുകൂടിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആഭരണം വാങ്ങുന്നവർക്ക് നിരവധി ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 250 റിയാലിന് സ്വർണം വാങ്ങുന്നവർക്ക് സൗജന്യമായി സ്വർണ്ണ നാണയം നൽകും. വജ്രാഭരണങ്ങൾക്ക് 75% വിലക്കിഴിവുണ്ടാകുമെന്ന് ചെയർമാൻ PP മുഹമ്മദ് അലി പറഞ്ഞു. ഒരുപാട് പുതിയ കളക്ഷനും ഡയമണ്ട് കളക്ഷൻ, ബൻസർ ഡയമണ്ട്, അൺകട്ട് ക്ലിറ്റ്സ്, സാറ, അതേമാതിരി അയിൻ. അടുത്ത മാസങ്ങളിൽ ബഹ്റൈനിലും ഖത്തറിലും ശാഖകൾ തുറക്കുമെന്ന് ഡയറക്ടർ ബഷീർ അഹമ്മദ് പറഞ്ഞു. ഭാഗങ്ങളിൽ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത പദ്ധതി നിങ്ങൾ സലാല, സോഹാർ എന്നിവിടങ്ങളിലാണ്. ജനറൽ മാനേജർ ബൻസീർ, ഡയറക്ടർമാരായ മുഹമ്മദ് സലീം, സിദ്ദീഖ് ഹസൻ, PP അഫ്സൽ എന്നിവരും സന്നിഹിതരായിരുന്നു. മീഡിയ 1 മസ്കത്ത്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും കറൻസി നിലവാരവും. ഇന്നത്തെ സ്വർണ്ണവില ജനങ്ങൾക്കു വേണ്ടി ബാബി ആൻഡ് മാരഡോണ. UAEയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ മുഖവുമായി റാസൽ ഖൈമയിലെ ജബൽ ജൈസ് ഒരുങ്ങുന്നു. 1737 മീറ്റർ ഉയരത്തിലുള്ള ഈ പർവ്വതത്തിന് നിരവധി പ്രത്യേകതകളാണുള്ളത്. UAEയുടെ പൂന്തോട്ട നഗരമെന്നറിയപ്പെടുന്ന അൽ ഐനിലെ ജബൽ ഹഫീദായിരുന്നു വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരുന്ന UAEയിലെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം. 1250 മീറ്റർ മാത്രം ഉയരമുള്ള ജബൽ ഹഫീദിന് വെല്ലുന്ന രൂപത്തിലാണ് 1737 മീറ്റർ ഉയരത്തിൽ റാസൽ ഖൈമയിലെ ജബൽ ജൈസ് ഒരുങ്ങുന്നത്. ചെങ്കുത്തായ മലനിരകൾക്കിടയിലൂടെയുള്ള ജബൽ ജൈസിലേക്കുള്ള റോഡ് യാത്ര സാഹസികത ഇഷ്ടപ്പെടുന്ന ആരെയും നിരാശപ്പെടുത്തില്ല. 21 കിലോമീറ്ററോളം കരുത്തുറ്റ പാറകൾ തുരന്ന് റോഡ് നിർമ്മിച്ചതെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റാസൽ ഖൈമയിലെ അറബ് ഗ്രാമമായ ബറൈറാത്തിൽ നിന്ന് 50 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ജബൽ ജൈസ് പർവ്വതത്തിന്റെ ഉച്ചിയിലെത്താനാവുക. നിരവധി ഹെയർപിൻ വളവുകളുള്ള പാത 3 വരിയിലാണ് നിർമ്മിച്ചത്. വിനോദയാത്രക്കാർക്ക് ആവേശം പകരുന്ന ജബൽ ഹഫീദിന്റെ ഇരട്ടിയിലധികം വരും ജബൽ ജൈസ് യാത്ര നൽകുന്ന അനുഭവം. 2004 നിർമ്മാണം ആരംഭിച്ച ജബൽ ജൈസ് പാത റാസൽ ഖൈമയുടെ വിനോദസഞ്ചാര രംഗത്ത് ഒരു നാഴികക്കല്ലാവുമെന്നാണ് കരുതുന്നത്.
$31 മില്യൺ ചിലവ് വകയിരുത്തിയ പാത 2 കിലോമീറ്റർ പണി കൂടി പൂർത്തിയായാൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. ഇടവിട്ട ദൂരങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും യാത്രക്കാർക്ക് വിശ്രമിക്കുവാനും പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി മനോഹരമായ കാഴ്ചകൾക്കപ്പുറം ജബൽ ജയ്സിലേക്കുള്ള സാഹസിക യാത്രാനുഭവമായിരിക്കും കൂടുതൽ പേരെ ശ്രദ്ധയാകർഷിക്കുക. താപനില ഏറ്റവും കുറവനുഭവപ്പെടുന്ന ജെയ്സ് മലനിരകളിലെ മഞ്ഞുവീഴ്ച മാധ്യമങ്ങളിലെ പതിവ് വാർത്തയാണ്. സാഹസിക യാത്രക്കാർ മാത്രം എത്തിയിരുന്ന ജബൽ ജയ്സിലേക്ക് ഇനി സാധാരണക്കാർക്കും വാതിൽ തുറക്കുമെന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കൊരു സന്തോഷ വാർത്തയാണ്. മീഡിയ 1 റാസൽ ഖൈമ. വെൽഫെയർ കേരള എന്ന പേരിൽ കുവൈത്തിൽ പുതിയ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് നാളെ തുടക്കം കുറിക്കും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നടക്കുമെന്ന് വെൽഫെയർ പാർട്ടി കേരള ഘടകം പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വാണിയമ്പലം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭരണഘടനയിലെ തത്വങ്ങൾ നടപ്പിൽ വരുത്താൻ ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമേ ക്ഷേമരാഷ്ട്രം സാധ്യമാവുകയുള്ളൂവെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വാണിയമ്പലം പറഞ്ഞു. പൗരരാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച് രൂപം കൊണ്ട വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ മലയാളി ഘടകമായ വെൽഫെയർ കേരള കുവൈത്തിന്റെ പ്രഖ്യാപന സമ്മേളന ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികൾക്കിടയിൽ ഈ പാർട്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാത് രാജ്യത്തെ അവരുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും അനുസരിച്ച് സമ്പദ്ഘടനയിൽ പ്രവാസികളുടെ വരുമാനത്തെ ഉപയോഗപ്പെടുത്തി പ്രവാസികൾക്കും രാജ്യത്തിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന പദ്ധതികൾ കണ്ടെത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെടും. ജീവകാരുണ്യ സാമൂഹിക സേവന രംഗങ്ങളിൽ പുതിയ പാതകൾ രൂപപ്പെടുത്തി പ്രവാസികളായ മലയാളികൾക്ക് പ്രതീക്ഷയും പ്രത്യാശയുമായി വെൽഫെയർ കേരളയെ മാറ്റുമെന്ന് ഹമീദ് പറഞ്ഞു. നാളെ വൈകുന്നേരം 5:30 മണിക്ക് അബ്ബാസിയ ടൂറിസ്റ്റ് പാർക്കിലാണ് സമ്മേളനം നടക്കുക. ഹമീദ് വാണിയമ്പലത്തിനു പുറമെ വെൽഫെയർ പാർട്ടി വൈസ് പ്രസിഡന്റ് തെന്നിലാപുരം രാധാകൃഷ്ണൻ ഉൾപ്പെടെ പ്രമുഖരും പങ്കെടുക്കും. ഗായകൻ അഫ്സലും ഗായിക ചന്ദ്രലേഖയും നയിക്കുന്ന ഗാനമേളയും സമ്മേളനത്തിൽ അരങ്ങേറും. പത്രസമ്മേളനത്തിൽ അൻവർ സയീദി, കൃഷ്ണദാസ്, ശാന്തൻ ചെട്ടിക്കാട്, അബ്ദുല്ല ഖാദിരി, ജെയ്സൺ എന്നിവരും പങ്കെടുത്തു. മീഡിയ 1 കുവൈത്ത്. സ്വാമിയേ ശരണമയ്യപ്പ. ശരണവഴിയിൽ ബ്രോട്ട് യു ബൈ ബിജോറ ഹോം കെയർ പ്രോഡക്ട്സ്. ശാസ്ത കർപ്പൂരം, ഗംഗാജലം പോലെ നിർമ്മലം. ന്യൂസ് ആൻഡ് റിലീസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.